ഓ, നിങ്ങളായിരുന്നോ? എന്താണ്? നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര അത്യാവശ്യമാണെങ്കിലും ഇങ്ങോട്ട് തിരക്കി വരരുതെന്ന്. എനിക്കിഷ്ടമല്ല ഇങ്ങോട്ട് വരുന്നതെന്ന്. അങ്ങോട്ട് വരെയുള്ള സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ മോന് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നിങ്ങളെ? ആ മോളെ, ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അവനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചു നോക്കി. അവനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വന്നതും ഇല്ലായിരുന്നല്ലോ. വരുമ്പം പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിളിച്ചിട്ടാണെങ്കിൽ ഇന്നലെ ഞാൻ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല അവന്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ എത്ര അത്യാവശ്യമാണെങ്കിലും ഇങ്ങോട്ട് വരണ്ടാതെ നിങ്ങളുടെ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എത്ര അത്യാവശ്യമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരും ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ. അല്ല, ഇപ്പം എന്താണോ ഇപ്പം ഇത്ര വലിയ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നിങ്ങളെ? മോളെ, ഞാൻ വന്നത് നമ്മുടെ ഓടൊന്ന് മാറുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അന്ന് നമ്മൾ തേങ്ങ കിട്ടപ്പോഴത്തേക്കങ്ങാണ്ട് അന്ന് പൊട്ടിയതാണ്. ഇപ്പോൾ മഴ പെയ്താൽ അകത്തോട്ടായിരിക്കും മൊത്തം വെള്ളം വീഴുന്നത്. ആകപ്പാട് ബുദ്ധിമുട്ടാണ്. അല്ലേ തന്നെ വീട് മൊത്തം പണിയാണ്, എവിടെ തൊട്ടാലും പണിയാണ്. ഇന്നോ നാളെയെന്നും പറഞ്ഞ് നടക്കുക വീട്, എങ്ങോട്ടും മറിഞ്ഞ് വീഴാം. നാട്ടുകാരാണെങ്കിൽ ഓരോന്ന് ചോദിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ വീടൊന്ന് പുതുക്കി പണിയോ, അല്ലെങ്കിൽ ഞാനിവിടെ വന്ന് നിൽക്കുമോ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഓരോരുത്തരോട് ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് അത്യാവശ്യം വന്നിട്ട് ഒന്നെങ്കിൽ അവനിക്ക് വരാൻ സമയമില്ലെങ്കിൽ അതിൻ്റെ പൈസ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി. ഉമ്മ ആളെ നിർത്തി ശരിയാക്കിക്കോളാം. അതാ കൂടുതൽ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. നാട്ടുകാരെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കേണ്ടല്ലോ മോൾ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓ, അപ്പം നാട്ടുകാർക്കൊക്കെ ഞങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുമല്ലേ? അല്ലെങ്കിലും അറിയാം, സ്വന്തം മോനെ കുറ്റപ്പെടുത്താനാണല്ലോ നിങ്ങൾക്ക് അന്നും ഇന്നും നിങ്ങൾക്ക് ഇഷ്ടം. എന്നൊരു കാര്യം ചെയ്യും, നാട്ടുകാർക്ക് പറ ശരിയാക്കി തരാനെന്ന്. അവരല്ലേ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരാൻ ഞങ്ങളെങ്ങ് വെറുതെ വിട്ടുതരാം. അല്ല തന്നെ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഇച്ചിരി കിടന്ന് ഓടുക, ഒരു പുതിയ കാറ് മേടിക്കാനായിട്ട്. അതിന് കുറച്ച് പൈസയുടെ ഒരു കുറവുണ്ട്. അതെങ്ങനെ ഒപ്പിക്കുന്നു പറഞ്ഞ് നടക്കുമ്പോഴാണ് റോഡ് മാറ്റൽ. തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ പോ. നിങ്ങളുടെ മോൻ വരട്ടെ, വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ടൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഉടനെ വന്ന് ചെയിനോടെ കാശോടെ കെട്ടി വെച്ചിരിക്കുകയൊന്നുമല്ല. അതിന് ഇച്ചിരി താമസമൊക്കെ വേണം. പടച്ചോനെ ഓർത്ത് വീട് മൊത്തം ഇളകി കിടക്കുന്നു പറഞ്ഞ് കുത്തി ഇളക്കി നിങ്ങൾ കളയല്ലേ. പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾ അത് വേണം തെള്ളി ഇളക്കി കളയും, പുതിയ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പോ. ആഹാ, അല്ല ഇതാരാണ്? നിങ്ങളെ ഇങ്ങോട്ട് കാണാൻ കൂടിയില്ലല്ലോ. നിങ്ങളെ കാണുമ്പോൾ എനിക്കൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എൻ്റെ പൊന്ന് തള്ളേ, നിങ്ങളെന്താണ് ഈ ഒറ്റയ്ക്കവിടെ പോയി താമസിക്കുന്നത്? നിങ്ങളുടെ ആകെപ്പാടെ ഒരു മോനും ഒരു മരുമോളും ഇതാ ഇവിടെ വരുന്നു നിൽക്കുന്നത്. അവർ വീടും വെച്ച് അവർ താമസമായി. അവരെത്ര വട്ടം വിളിച്ച് നിങ്ങളിവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നത്? അവൾക്ക് എപ്പോഴും സങ്കടമാണ്. എപ്പോൾ പറഞ്ഞാലും ഉമ്മ ഒറ്റയ്ക്ക, ഇങ്ങോട്ട് വരുത്തുമില്ല നിൽക്കത്തുമില്ല. എന്തിനാ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നത്? നിങ്ങളുടെ ആകെപ്പാടെ ഒരു മോനല്ലേ, അവനിക്ക് സങ്കടം കാണത്തില്ലേ? നിങ്ങളെന്തിനാ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത്? ഇത് കാണുമ്പോൾ ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത്രയും കൂടെ പറയാത്ത കുഴപ്പമേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞ് കുഴഞ്ഞതാ. എത്ര വട്ടം പറഞ്ഞെന്നറിയോ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ? അത് ജന്മം ചെയ്ത് കേൾക്കത്തില്ല. അവർക്ക് അവിടെ തന്നെ നിൽക്കണം. ഇവിടെ ആൾക്കാർ വിചാരിക്കും ഞങ്ങളിവിടെ കയറ്റാത്തതാണ്, ഞങ്ങൾ കൂടെ നിർത്താത്തതെന്നാണ്. നാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാമല്ലോ. അത് ഉമ്മ അറിയുന്നുണ്ടോ? ഇപ്പോഴും കണ്ടില്ലേ, വന്നിട്ട് പോകാൻ നിൽക്കുക. 2 ദിവസം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പോലും വന്ന പാടെ ഇപ്പം തന്നെ അങ്ങ് പോകണം. മോനില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോകാൻ നിൽക്കുക. ഈ വെയിലത്താ ഇതിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, കയറിയിട്ടും കൂടിയില്ല. ഈ വന്ന പാട് പിന്നെ വെളിയിൽ തന്നെ ഇരിക്കുകയാണോ? ഇപ്പോൾ ഉച്ചയൂണ കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി. മരുമുള്ളത് സ്പെഷ്യലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കാണുമായിരിക്കും. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് 2 ദിവസമൊക്കെ നിന്നിട്ട് പോകും. ഇത്ര ധൃതി എന്താണ്? അവിടെ ആരും ഇരുന്നിട്ടാണ് പോകുന്നത്? എൻ്റെ പൊന്നേ. മോശം. ഈ പെണ്ണുമ്പളൊക്കെ എന്തിനാ എനക്കേടാണ് ഇത്തിരി പിടിച്ച് നിർത്തിയിട്ട്? ഇല്ല മോളെ, എനിക്ക് ആ വീട് വിട്ട് എനിക്ക് എങ്ങും മാറി നിൽക്കാൻ എനിക്കിഷ്ടമല്ല. എൻ്റെ 2 മക്കളും എന്നെ ഒരുപാട് നിർബന്ധിച്ചതാണ്. ഞാനാ വരാത്തത്. അവർക്ക് കുഴപ്പം കൊണ്ടൊന്നല്ല. എനിക്ക് ആ വീടും ഇട്ട് എനിക്ക് പിരിയാൻ ബുദ്ധിമുട്ടാണ്. അവിടെ എനിക്ക് ഒരു കുറവുമില്ല. ഇവരെനിക്ക് അതിനൊരു കുറവോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ അവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നേ, അത്യാവശ്യമായിട്ട്. അതാണ് ഞാൻ കൂടുതൽ വന്നത്. ഞാൻ നിൽക്കുന്നില്ല,
ഞാനവിടെ എല്ലാം ചോറും കറിയും എല്ലാം വെച്ചിട്ടാണ് ഞാൻ വന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തുകയും വേണം. ആ, ഇതാണ് സ്വഭാവം. ഞാൻ പറഞ്ഞില്ലേ, വന്നപ്പോൾ തന്നെ ഞാൻ ഉമ്മ നിർബന്ധിക്കുക. പിന്നെ ഞാൻ കൂടുതലും അങ്ങോട്ട് ശക്തിയായിട്ട് ഞാൻ ആക്കാന്ന് പറഞ്ഞില്ല. ഇന്ന് മീനൊന്നും കിട്ടിയില്ല, ചിക്കനോ ഒന്നും അറിഞ്ഞില്ല. ഉമ്മ വരുന്ന പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചിക്കനോ ഒക്കെ എന്തെങ്കിലും കറി വെച്ചൊക്കെ വയ്ക്കാമായിരുന്നു. ഉമ്മക്ക് നീ ചമ്മന്തിയൊന്നും പിടിക്കത്തില്ലെന്ന്. ഉമ്മക്ക് മീൻ കറിയോ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വേണം. ഇന്നാണെങ്കിൽ അതുമില്ല. പിന്നെ അതാ ഞാൻ വെച്ചെന്നാൽ വെയിലിന് മുമ്പേ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ ഞാനും അങ്ങ് വിചാരിച്ചത്. എന്നാൽ ഞാൻ വൈകുന്നില്ല, ഞാൻ പോവാ. പിന്നെ അവൻ വരുമ്പം പറയണേ മോളെ, അത്യാവശ്യമായിട്ടൊന്ന് വരികയോ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്യാന്ന് പറ കേട്ടാ. ഞാനൊന്ന് പോട്ടെ നമ്മ. പാവം, കഷ്ടമുണ്ടല്ലേ. പാവം, ഉറക്കത്തില്ല പാവം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇവിടെ ചമ്മന്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മ കഴിക്കാൻ പറ്റത്തില്ല. അവർക്ക് കാശ് മതി താ, ഞങ്ങളാരെയും വേണ്ട, എന്നെയും വേണ്ട. എന്നെ പിന്നെ പോട്ടെ, ഞാൻ മരുമോളാണല്ലോ. അവരുടെ മോനെ പോലും അവർക്ക് വേണ്ട, അവർക്ക് കാശ് മതി. ഇപ്പോഴൊരു കാശിനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ആ മനുഷ്യൻ പൈസയും കൊണ്ടും ചിലവും സാധനങ്ങളും എല്ലാം കൊടുത്ത്. ഇപ്പോഴും പൈസ വേണമെന്ന് പറഞ്ഞിരിക്കുക. എന്താ ചെയ്യുക, നമ്മളെ പാട് നമുക്കല്ലേ അറിയത്തുള്ളൂ. പാവം, ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് പറ്റത്തില്ല. അവർക്ക് വിശാലമായിട്ട് കഴിയണം, തിന്നും കുടിച്ചൊക്കെ കഴിയണം. ഇവിടെ നമ്മുടെ ഇല്ലായ്മയും കൊല്ലായ്മയും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ നരകത്തിൽ നിന്ന് ഞാനിങ്ങനെ പോകുന്നത്. എന്നാലും നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കും. അവർ നിൽക്കണ്ടില്ലേ, പോക്കണ്ടില്ലേ, മോനില്ലെന്ന് പറഞ്ഞപ്പോൾ പോയത്. പക്ഷെ അവരെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലടി, വെറും പാവമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ, അതായിരിക്കും. പാവം. പാവം, ഉറക്കത്തില്ല. എന്നാ ഇപ്പം ചെല്ലും, എനിക്ക് ഇച്ചിരി കൂടെ ജോലിയുണ്ട് ചേർക്കാനായിട്ട്. ശരിയെന്നാ. ഓ ഓ നീയും പാവമാണല്ലോ, ഉറക്കത്തിൽ. ഞാനും പോട്ടെ.